ഹലോ ഗായ്സ്, ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. നല്ലൊരു മൂവി കണ്ട് ഫുഡൊക്കെ കഴിച്ച് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്കറിയാം സൂക്ഷ്മദർശിനി മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ നല്ല മൂവിയാന്നൊക്കെ കേട്ട് അപ്പം പിന്നെ അത് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫെയറിലാൻഡ് നിലമ്പൂർ തിയേറ്ററിൽ പോയി. അപ്പോൾ നമുക്കറിയാം മൂവി കാണുന്നതിൻ്റെ മുമ്പ് പോപ്കോൺ മസ്റ്റാണ്. അങ്ങനെ പോപ്കോൺ ഒരു വാട്ടർ ബോട്ടിലും വാങ്ങിയിട്ട് ഞങ്ങൾ തിയേറ്ററിൽ കയറി. ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു സീറ്റ് നോക്കി ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ 10 മിനിറ്റ് മുമ്പേ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിരുന്നു. അങ്ങനെ മൂവി സ്റ്റാർട്ട് ചെയ്തു. നല്ല മൂവിയായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇൻ്റർവെല്ല് വന്നു. അപ്പോൾ ഞങ്ങൾ ഒരു കോഫി അതേപോലെ സ്നാക്സായിട്ട് ചിപ്സും വാങ്ങി. അതിനുശേഷം സെക്കൻഡ് ഹാഫിന് വെയിറ്റ് ചെയ്യുന്നു, എന്തായിരിക്കും ട്വിസ്റ്റ് വരിക എന്നുള്ളതൊക്കെ. അങ്ങനെ കോഫി കഴിച്ച് സെക്കൻഡ് ഹാഫും കംപ്ലീറ്റ് ചെയ്തു. നല്ലൊരു മൂവിയായിരുന്നു. നല്ല ട്വിസ്റ്റും ഉണ്ടായിരുന്നു. നല്ലൊരു മൂവി. അപ്പം അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നിലമ്പൂരിൽ തന്നെ മുസ്വല്ലിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും മന്തി ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഹാൻഡ് വാഷ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ മെനു ഒക്കെ നോക്കിയിട്ട് മന്തി അല്ലാതെ വേറെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കി. അങ്ങനെ മസ്ബി റൈസ് ന്യൂ ആയിട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ മസ്ബി റൈസ് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനൊപ്പം ഞങ്ങൾ പെരി പെരി അൽഫാമും കാന്താരി അൽഫാമും വാങ്ങി. അങ്ങനെ ഫുഡ് വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫ്രഷ് ലൈമും മിൻറ്റ് ലൈമും ഓർഡർ ചെയ്തിരുന്നു. അതെത്തി. ഞാൻ അതൊന്ന് കുടിച്ച് നോക്കി. നല്ലതായിരുന്നു. അങ്ങനെ സാലഡൊക്കെ എത്തി. അങ്ങനെ മസ്ബി റൈസും അൽഫാം പെരി പെരിയും പിന്നെ അൽഫാം കാന്താരിയായിരുന്നു വാങ്ങിയിരുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസ്ബി റൈസ് ന്യൂ ആയിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ മന്തി പോലെ തന്നെ എങ്കിലും ചെറിയൊരു ഡിഫറൻസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ എരിവുള്ള ഫുഡ് കഴിച്ച് പിന്നെ നമുക്കൊരു ചോക്ലേറ്റ് കഴിക്കണമല്ലോ. അങ്ങനെ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്പെല്ലോ കയറി. അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങാനായിരുന്നു പ്ലാന്. അങ്ങനെ പോയി അവിടെ വെറൈറ്റി തരം ചോക്ലേറ്റ്സും ബേക്കറി ഐറ്റംസും പിന്നെ കഫേയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ കുറച്ച് റാൻഡംലി കുറച്ച് സെലക്റ്റഡ് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലോട്ട്